ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരത്തിന് അർഹനായ മുഹമ്മദ് യാസീന് പത്തനാപുരം ഗാന്ധിഭവന്റെ നേതൃത്വത്തിൽ അനുമോദനം നൽകി. വീട്ടിലെത്തിയാണ് അനുമോദിച്ചത്. 18 വയസ്സിൽ താഴെയുള്ള ഭിന്നശേഷി കുട്ടികൾക്കായി രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരത്തിന് അർഹനായ മുഹമ്മദ് യാസിന് പത്തനാപുരം ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന്റെ നിർദ്ദേശാനുസരണം ഗാന്ധിഭവന്റെ പ്രതിനിധികൾ വീട്ടിലെത്തി അനുമോദനവും സ്വീകരണവും നൽകി. ഞങ്ങളുടെ യാസീന് ഇങ്ങനെ ഒരു പുരസ്കാരത്തിലേക്ക് സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ആ പിതാവിൻ്റെയും മാതാവിൻ്റെയും വലിയ ത്യാഗപൂർണമായൊരു ജീവിതം ഇവിടെ പൂവണിഞ്ഞിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഈ മകന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കറിയാം. അവരുടെ ആ പ്രയത്നങ്ങളെല്ലാം ഈ മകനിലൂടെ ഈ ഗ്രാമത്തെയും ഈ ലോകത്തിന് മുമ്പിലേക്ക് എത്തിക്കുകയാണ് മുഹമ്മദ് യാസീൻ. ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷം, അഭിമാനം ഹൃദയത്തിൽ തൊട്ട് പറയുകയാണ്. ഇത് അറിഞ്ഞപ്പോൾ മുതൽ വലിയ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെയുമാണ് ഞങ്ങൾ അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു കൂടപ്പിറപ്പിന് കിട്ടുന്ന ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഒരു സ്നേഹമധുരത്തോടെ ഈ മധുരം പ്രിയപ്പെട്ട മോന് സമ്മാനിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റും പ്രിയപ്പെട്ട പവനൻ ചേട്ടന്റെ സാന്നിധ്യം നമുക്ക് അദ്ദേഹം ഇത് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ തിരക്കുകൾക്കിടയിലെല്ലാം അദ്ദേഹം ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം വരുന്നു. പ്രിയപ്പെട്ട അമീന്, യാസീന്റെ വലിയ ശക്തി എന്ന് പറയുന്നത് അമീനാണ്. ഏത് കീഴടക്കാൻ പ്രിയപ്പെട്ട അമീൻ കൂടെ ഉള്ളത് കൊണ്ടാണ് യാസീൻ വലിയ ശക്തിയോടെ മുന്നോട്ട് വരുന്നത്. ദിവ്യാംഗ് ശ്രേഷ്ഠ പുരസ്കാരം യാസിനാണ്, രാഷ്ട്രപതിയാണ് കൊടുക്കുന്നത്. വളരെ അഭിമാനം. ഞാനാണെങ്കിൽ യാസിനെ കാണുന്നത്, ഞാൻ PG പ്രസിഡന്റായിട്ട് പ്രയാസ് സ്കൂളിൽ ഇരിക്കുമ്പോൾ NSS ക്യാമ്പിന് വരുമ്പോഴാണ് യാസിനെ പരിചയപ്പെടുന്നത്. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റായി പിന്നെ അങ്ങനെ ഓട്ടോ വരുന്നു. പഞ്ചായത്തിൻ്റെ ഏത് പരിപാടി വന്നാലും യാസിൻ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിശിഷ്ട അതിഥിയായിരുന്നു. അതിനുശേഷം പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ദിവ്യാംഗ് സംഗമത്തിൽ യാസിൻ്റെയൊക്കെ പെർഫോമൻസ്, പിന്നെ നമ്മുടെ കൈരളി TV-യിൽ മമ്മൂട്ടിയോടൊപ്പം ഉള്ളത് വലിയ ആവശ്യം. ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിൻ്റെ അഭിമാനമാണ്. പഞ്ചായത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നമ്മുടെ നവകേരള സദസ്സിന് പിന്നെ യാസിൻ VIP ആയിട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്നുള്ളതാണ്. യാസിന് അന്ന് കിട്ടിയ അവാർഡ് തുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രിയപ്പെട്ട മകൻ കൊടുത്തത്. ദേവികുളങ്ങര പഞ്ചായത്തിന്റെ അഭിമാനമാണ്. ഇന്ന് കേരളത്തിന്റെയും ഇന്ത്യയുടെയും അഭിമാനമായി എന്റെ മകൻ വരുന്നുള്ളതാണ്. സെറ്റിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഉടനെ വിവരമറിഞ്ഞ പുനലൂർ സോമരാജൻ യാസിനെ ഫോണിൽ ബന്ധപ്പെടുകയും ആശംസ അറിയിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീറിനെ നേരിട്ട് വീട്ടിലെത്തി അഭിനന്ദനങ്ങൾ അറിയിക്കുവാൻ ചുമതലപ്പെടുത്തി. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ, കാരുണ്യ പ്രവർത്തകനായ നാസർ പുല്ലുകുളങ്ങര, അൻവർ 108 എന്നിവരും സ്വീകരണത്തിൽ പങ്കെടുത്തു. സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ OA അബിൻ എന്നിവർ ഫോണിലൂടെ ആശംസകൾ നേർന്നു. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം, സാമൂഹ്യനീതി വകുപ്പ് സ്പെഷ്യൽ പുരസ്കാരം, കൈരളി TV ഫിനിക്സ് അവാർഡ്, ഗാന്ധിഭവൻ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ യാസിൻ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷാനവാസ് ഷൈല ദമ്പതികളുടെ മകനാണ് ഈ 13 വയസ്സുകാരൻ. അൽ അമീൻ സഹോദരനാണ്. തനിക്ക് ലഭിച്ച അവാർഡ് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത് മാതൃക കാട്ടിയ ബാലനാണ് യാസിൻ. CDNet ന്യൂസ്, കായംകുളം.